എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഉപവാസത്തിന്റെ 3-ാം ദിനത്തിൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വെറുതെ പാടിയതാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഈ നാമം അത്ഭുതകരമായ നാമമോ, നീ ചിന്തിക്കുന്നതിനും മീതെ ചലിക്കുന്ന നാമമോ? അതുകൊണ്ടാണ് ഈ നാമത്തെ കുറിച്ച് പറയുന്നത് ഇതൊരു അത്ഭുതകരമായ നാമമോ. അതുകൊണ്ട് ഈ നാമത്തെ കുറിച്ച് പറയുന്ന അതിശയകരമായ നാമമോ. നിന്റെ കുടുംബത്തെ നേട്ടം കൊടുക്കാൻ തയ്യാറാണോ? അവൻ നിന്നെ അത്ഭുതകരമായി നടത്തും. അതുകൊണ്ടാണ് നീ പാടിയപ്പോൾ പാടിയത് അത്ഭുതകരമായ നാമമോ. നിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതുകൊണ്ടാണ് നീ പാടിയപ്പം പാടിയത് അത്ഭുതകരമായ. നിന്റെ ജോലി മേഖലകളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതുകൊണ്ടാണ് നീ പാടിയത് അത്ഭുതകരമോ. കരമടിച്ചുള്ള യേശുവേ എന്ന് വിളിച്ച് കരമടിച്ചൊന്ന് ദൈവത്തിന്റെ മഹത്വം എടുക്കാൻ പറ്റുന്നവർ സകല ബൗഡക സകൽ പ്രഭാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നതിനും മീതെ നമ്മളെ അറിയുന്ന ഒരു നാമമാണ് യേശു, യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പോടെ പറയുന്നത്, ഉറപ്പോടെ പാടുന്നത്, അതെനിക്ക് അത്ഭുതകരമായ നാമം. ലിമിനി ഹദല പ്രഭുജുരി ഘടക. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും പാടുമ്പോഴും പറയുമ്പോഴൊക്കെ പറയുന്നത് അതെനിക്ക് അതിശയകരമായ നാമമാണ്. കാരണം നാളത്തെ കുറിച്ച് എനിക്കറിയത്തില്ല, എന്നാ എന്റെ നാളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് അത്ഭുതകരമാകുന്ന നാമമായ നിന്റെ രക്ഷകനായ നാമമോ. എത്ര പേർ പറയും എന്റെ ദൈവമേ, ഈ നാമം എന്നെ ഒന്ന് വഹിക്കണമെന്ന് എത്ര പേർ പറയും? ഈ നാമം എന്നെ ഒന്ന് വധിക്കണമേ. ഈ നാമം നിന്റെ കരങ്ങളിൽ, സ്തോത്രം, ഈ നാമമായ അങ്ങയുടെ നാമം നിന്റെ കരങ്ങളിൽ എന്നെ വധിക്കണമേ. എന്റെ വിഷയങ്ങളെ അങ്ങൊന്ന് വധിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെ അങ്ങൊന്ന് വധിക്കണമേ. എന്റെ ജോലിയെ അങ്ങൊന്ന് വധിക്കണമേ. ഇത് നീ പറയുമ്പോണ്ടല്ലോ അത്ഭുതകരമായ നാമം ചലിക്കാൻ തുടങ്ങും. ഉറകന, ഇന്ന് ഉപവാസത്തിന്റെ 3-ാം ദിവസം ഞാൻ നിന്നോട് പറയുകയാണ്, നീ പാടിയത് ആത്മാർത്ഥതയിൽ നിന്നുള്ളതാണെങ്കിൽ, ആരും നിനക്ക് വേണ്ടി ഹെൽപ്പിങ്ങിന് വന്നില്ലെങ്കിലും, മനു ബ്രദറോ സജി പാസ്റ്ററോ സച്ചിലോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഈ മേലായ നാമം, അതിശയകരമായ നാമം, അത്ഭുതകരമായ നാമം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ കരമടിച്ച് ഉപവാസത്തിന്റെ 3-ാം ദിവസത്തിനായി ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങൾ വലിയ മെസ്സേജ് ഒന്നും നിങ്ങൾ കേൾക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ എത്ര പേരെ ഒരു കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. റമന ഹതുരി ഘടക പ്രഭാനിയ. ഹല്ലേലൂയ. നീ ഞങ്ങളോട് സംസാരിക്കണം. നീ സംസാരിച്ചാൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും പ്രയോജനമുള്ളൂ. ആമേൻ. നീ ഇടപെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രയോജനമുള്ളൂ. നട്ടവനോ നനച്ചവനോ അല്ല, ആമേ, വളരുമാറാക്കുന്ന അങ്ങുണ്ടെങ്കിൽ മാത്രമേ, ആമേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങ് സംസാരിക്കണമേ, അങ്ങ് സംസാരിക്കണമേ അപ്പാ. കണ്ണുകൾ അടച്ചാട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത്ഭുതമായ നാമം, അതിശയകരമായ നാമമേ, നീ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ.
നിന്റെ നാമത്തിന്റെ മഹത്വീകരണത്തിന് കാരണമായി നീ ഞങ്ങളോട് സംസാരിക്കണമേ. വന്നത് വ്യർത്ഥമായി പോകുവാൻ ഇടവരാതെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ദിനങ്ങളിൽ ഇരട്ടി ശക്തിയോടെ നടത്തപ്പെടുന്നതായി കർത്താവെ നീ ഞങ്ങൾക്കായി ഇടയാക്കണമേ. ആമി ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ ആമി ശബ്ദത്തിനൊത്ത് ചലിക്കുന്നവരായി ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അടിയനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തന്ന സമയത്തിനായി ആമി ഹല്ലേലൂയ അടിയനെ തന്ന വചനത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ചെന്ന് മൈക്കിലൂടെ വായിക്കാൻ വെച്ചു. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിക്കുവിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവസഭയോട് പറയുകയാണ്, ആമേൻ, ദൈവം ചിലത് വേർതിരിക്കും. ദൈവം വേർതിരിക്കും. ഇതിനകത്ത് നിന്ന് തന്നെ ദൈവത്തിൻ്റെ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ ചിലരോടുള്ള ബന്ധത്തിൽ ദൈവം ചിലരെ വേർതിരിക്കും. ഹർമന ഷഗറ്റൽ പ്രഭാന ആരാച്ച വേർതിരിച്ച്? പരിശുദ്ധാത്മാവ് വേർതിരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് വേർതിരിച്ചു. അതെപ്പോഴാണെന്നറിയാമോ? ആമേൻ, ശ്രദ്ധിച്ച് കേൾക്കണം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു. അടുത്തത് ആമേൻ സ്തോത്ര ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും. നിങ്ങൾ വല്ലതും മനസ്സിലാക്കുക? ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദൈവമകന് വേണ്ടുന്ന, അവൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന അവൻ ചില കാര്യങ്ങൾ ഇവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ദൈവമകൾ പറയുന്നു, ഏറ്റവും ഒരു ദൈവമകന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളെ ഞാൻ ചൂണ്ടിപ്പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? 1, നീ ഉപവസിക്കണം. 2, നീ ആരാധിക്കണം. 3, നീ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട്, നിങ്ങൾ അത് വേർതിരിച്ച് നിങ്ങൾ കാണണം. ആമേൻ. നിങ്ങൾ ഉപവസിക്കണം, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട് ഉപവാസ പ്രാർത്ഥന. ആമേൻ സ്തോത്രം. ഇതിനെ മിക്സ് ചെയ്യല്ലേ? ആമേൻ. നിങ്ങൾ ഇതിനെ മിക്സ് ചെയ്യല്ലേ? കാരണം ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വില കൊടുത്ത് നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ തുടർന്നാൽ, ഞാൻ നിങ്ങളോട് വ്യക്തമായി പരിശുദ്ധാത്മാവിൽ നിറഹാമേ സ്തോത്ര ഹല്ലേലൂയ ആ ഒരു ഗൈഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ വില കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, ആമേൻ സ്തോത്രം അച്ഛാ, ആ സമയത്താണ് ചില ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ഒരു സാധാരണ ഒരു നിലവാരത്തിൽ പോകുമ്പോൾ ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ നിന്റെ ജീവിതത്തിൽ ഒന്നും ആമേൻ സ്തോത്രം അനുഭവിക്കുവാനോ കാണുവാനോ കഴിയത്തില്ല. ആമേൻ. ഒരുപക്ഷെ നീ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ നിന്റെ ജീവിതത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിക്കണമെങ്കിൽ ആമേൻ ദൈവത്തിന്റെ വചനം പറയുക, നീ ഉപവസിക്കണം, നീ പ്രാർത്ഥിക്കണം, ആമേൻ, നീ ദൈവത്തെ ആരാധിക്കണം. സെപ്പറേറ്റ് ആക്കി നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താന്ന് വെച്ചാൽ അവിടെ ചില ട്വിസ്റ്റുകൾ സംഭവിക്കാം. ഹല്ലേലൂയ. ആമേൻ.
ആമേൻ. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് ബോധ്യമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആമേൻ. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സൺഡേ സ്കൂൾ പഠനം പൂർത്തീകരിച്ച വ്യക്തിയാണ്. അന്ന് സർട്ടിഫിക്കറ്റും കിട്ടി. അത് ശിശുവകുപ്പ് തൊട്ട് ആമേൻ ജ്യേഷ്ഠോപ്പ് വരെയാണ് ആ പഠനം. അറിയാമോ നിങ്ങൾക്ക്? ശിശുവകുപ്പ് തൊട്ട് ജ്യേഷ്ഠോപ്പ് വരെ ആ പഠനം ഞാൻ പൂർത്തീകരിച്ചു. ഞാൻ ആ പഠനം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റും കിട്ടി. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടും അതിനകത്ത് പഠിച്ചിട്ടും എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ നിങ്ങളോട് പറയുക, അന്ന് ഞാൻ അറിഞ്ഞില്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. ഞാൻ സൺഡേ സ്കൂൾ പഠനം കഴിഞ്ഞ എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്ന്, ദൈവം എന്നെ വിളിച്ചെന്ന്. ആമേൻ. നീ ദൈവത്തിന് വേണ്ടി ഉള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്കൂളിലെ അധ്യാപകരോട് പറയുക, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇത് പറഞ്ഞു, നാളെ നമ്മുടെ പിള്ളേരും പോയി എങ്ങനെ നിന്ന് ഇത് പറയാൻ ഇടവരുത്തല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ എൻ്റെ സ്തോത്രം ഒരു നിയോഗത്തിൽ നിന്ന് ഞാൻ പറയാം, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആമേൻ. ആമേൻ. ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സ്തോത്രം ഇപ്പോഴേ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ യഥാർത്ഥ കർത്താവിൻ്റെ പർപ്പസ് എന്തുവാന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ മോനെ? ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ യഥാർത്ഥ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ വിതയ്ക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനിങ്ങനെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അകത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യമാണ്. ഞാൻ 21-22 വയസ്സിലെങ്ങാണ്ട് വന്നപ്പോഴാണ് ഞാനൊരു മൊബൈൽ കാണുന്നത്. ഇന്ന് എൻ്റെ 3 പിള്ളേർക്ക് 3 മൊബൈലാണ്. അതും വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് സൂം മീറ്റിങ്ങിന് കയറാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ആക്കി കൊടുത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുക, കുഞ്ഞുങ്ങൾ ഇപ്പോഴേ അവർ സ്തോത്രം ഹാലിൽ വേറെ ലെവലാ. അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിൽ നമ്മളത് കേട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം ഞാൻ പറയുന്നത് ഇപ്പോഴേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം ഹാലൽ. എന്തിനാണെന്നറിയാമോ? സ്തോത്രം ഞാൻ കേട്ടതൊരു കാര്യം പറയട്ടെ. ഹാല ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛാ. സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഈ 3 എണ്ണവും കൂടെ പറയുന്ന കാര്യം നമ്മൾ സ്തോത്രം ഹാലലെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട, അനുഭവിച്ചോളും, കുഴപ്പമില്ല. സ്തോത്രം ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അവരെ സ്തോത്രം ആ വചന അടിസ്ഥാനത്തിൽ എവിടെയാണ് അവർ നിലനിൽക്കേണ്ടത്? എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? എന്തിൽ പ്രകാരമാണ് അവർ യാത്ര ചെയ്യേണ്ടത്? ഒരു സ്കൂളിൽ ചെന്നാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സ്തോത്രം നമ്മളെക്കാളും വലിയ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നേ. മനസ്സിലായി? ഇവർ വീട്ടിൽ വന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് നീയൊക്കെ ഇതൊക്കെയാണല്ലോ അവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ അറിയുന്നത്. നിങ്ങൾക്കറിയാമോ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്തോത്ര ഹാലിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യം കേട്ടാൽ അവർ അതിൽ നിന്ന് ഇത് ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നമ്മളുടെ ഉപദേശം അവർക്ക് അനുഗ്രഹമാണോ? ഞാൻ എന്താ പറഞ്ഞത്? അച്ഛാ, തെരഞ്ഞെടുത്തെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, വിളിച്ചെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ശുശ്രൂഷകളുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം തെരഞ്ഞെടുത്തു എന്നും ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നും. എങ്ങനെ സംസാരിക്കുന്നേ? പല വിധത്തിൽ ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. ഞാൻ വചനം എടുക്കുമ്പോൾ വചനം എന്നോട് സംസാരിക്കുന്നത് എനിക്കറിയാൻ പറ്റും. എനിക്ക് ആ വചനം സംസാരിച്ചെന്ന് കേട്ടാൽ പിന്നീട് എനിക്ക് തുടർന്ന് വായിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ദൈവമക്കളോട് പറയുന്നു, വചനം എന്നോട് സംസാരിക്കും. വചനം സംസാരിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. വിളിയുണ്ടെന്ന് മനസ്സിലായച്ചാ. എന്തുവാ? വിളിയുണ്ടെന്ന് മനസ്സിലായി. തെരഞ്ഞെടുത്തെന്നുള്ള ബോധ്യമുണ്ടോ? നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോകും. ഷോപ്പിങ്ങിന് എന്നിട്ട് കടക്കാരോട് പറയും, ഇങ്ങ് തന്നേക്ക്. അവൻ ഇങ്ങ് തരാൻ പറഞ്ഞാൽ അവൻ എന്തെങ്കിലും തന്നാൽ നിങ്ങൾ എടുത്തോണ്ട് വരുമോ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിനെ തെരഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കാൻ പോവുക. നിങ്ങൾ ഓടിച്ചെന്നിട്ട് അവൻ തരുന്നത് എടുത്തോണ്ട് വരുമോ?
നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ സൈസിന് ഒത്തത് എടുത്തുകൊണ്ട് വന്നിട്ട് അലമാരി കൊണ്ട് പൂട്ടി വെക്കുവോ? തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? അത് നിങ്ങൾ യൂസ് ചെയ്യും. ശരിയല്ലേ? അപ്പം ദൈവം തെരഞ്ഞെടുത്തത് നിങ്ങളെ പൂട്ടി വെക്കാനും വീട്ടി വെക്കാനും ഒന്നുമല്ല. അത് യൂസ് ചെയ്യാൻ വേണ്ടിയാ. നീ എങ്ങനെ തെരഞ്ഞെടുത്തോ അതിലും ശ്രേഷ്ഠകരമായ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് അത് എന്തിനു വേണ്ടിയാന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാ ഞാൻ നിങ്ങളുടെ മോഹത്തെ നോക്കി പറയും അത് യൂസ് ചെയ്യാനാ. ഇതെങ്ങനെ അറിയും? വചനം വായിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നത്. അടകതുരി ഘടകപ്രഭതല ഘടക. ഈ വചനം ഞാൻ വായിക്കുമ്പോൾ ഇതെന്നോടാണല്ലോ സംസാരിക്കുന്നത്. ഇത് എന്നോട് സംസാരിക്കുമ്പോൾ അച്ഛാ സ്തോത്ര സഹോദര സഹോദരി വിളിയുണ്ടെന്ന് മനസ്സിലാകും. വിളിയുണ്ടെന്ന് മനസ്സിലായിരിക്കുമ്പോഴാ ദൈവത്തിന്റെ ഹിതപ്രകാരം സ്തോത്രം ആഹാരോ ദൈവം അയച്ചതുപോലെ ഒരാൾ വന്നിട്ട് തലേ കൈവച്ചിട്ട് പറയുക, അച്ഛാ നിനക്ക് ശുശ്രൂഷയുണ്ട്, നിനക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോ എന്നോട് ഇടപെട്ടതും ഇതും കൂടെ ആയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ മീതെ ശുശ്രൂഷയുണ്ട്, എനിക്ക് വിളിയുണ്ട്, എന്നെ തെരഞ്ഞെടുത്തത് ചുമ്മാതല്ലോ. ആമേൻ. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, എന്നെ തെരഞ്ഞെടുത്തു, വിളിയുണ്ട്. സമ്മതിക്കുവോ? സമ്മതിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. അതാ അച്ഛാൻ അടങ്ങിയിരിക്കാൻ പറ്റാത്തതാ. ആമേൻ. അതിന്റെ ഒരു എഫക്റ്റ് അച്ഛനെ കൊണ്ട് സുവിശേഷം പറയിക്കുന്നത്. വിളിയുള്ളതും തെരഞ്ഞെടുത്തതുമായ ദൈവമക്കളെ കൊണ്ട് സുവിശേഷം പറയിക്കുന്ന എന്തിനെന്നറിയാമോ? സ്തോത്രം, വിളിയുള്ളതാ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നീ അതിന്റെ എഫക്റ്റാണ് നിന്നിലൂടെ വെളിപ്പെടുന്നത്. അതുകൊണ്ടാ നീ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നീ ഹല്ലേലൂയ നേരത്തെ ഇതുപോലും ഇല്ലായിരുന്നു. തെരഞ്ഞെടുത്തു, വിളിയുണ്ട്, ശുശ്രൂഷയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സുവിശേഷം പറയാൻ തുടങ്ങി, പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഒരു ഒതുങ്ങിയ സ്തോത്ര ഇടത്തിൽ നിന്നല്ല. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്തോത്ര ഹല്ലേലൂയ എന്റെയും എന്റെ കുടുംബം എന്റെ മക്കളും എന്നുള്ളത് അല്ല. അതിലുപരിയായി എല്ലാവർക്കും വേണ്ടി സ്തോത്ര ഹല്ലേലൂയ സകലർക്കും വേണ്ടി നീ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ എഫക്റ്റാ, വിളിയുടെ എഫക്റ്റ് അടിച്ചതാ. അടകൊതിരി ഘടകമർത്ഥല പ്രഭജുരി ഘടക വിളിയുടെ എഫക്റ്റ് അടിക്കുന്നതാ. ഞാൻ ഇനി അടുത്തൊരു കാര്യം പറയാം. ഒരു രോഗി വന്നാൽ അച്ഛാ നമ്മുടെ പഴയ കാലത്ത് രോഗി വന്നാൽ നമ്മൾ പറയും ഇന്ന ആശുപത്രിയിലോട്ട് പോകും പറയും. അച്ഛാ സത്യമാണോ അല്ലയോ? ഞാനും പറയും ഇന്നടത്തോട്ട് പോകും. പക്ഷെ ഇപ്പൊ ഒരു രോഗി വന്നാൽ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാം, നിന്റെ സൗഖ്യത്തിനെ ഞാൻ പ്രാർത്ഥിക്കാം. അത് തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അത് അറിയാൻ പറ്റത്തോളെന്ന്. എത്ര പേര് രാമയും പറയും? ഹല്ലേലൂയ. ബോധ്യമുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, സമ്മതിച്ചു. എന്നാൽ ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇനിയും ദൈവത്തിനൊരു പെർഫെക്റ്റ് ടൈമുണ്ട്, ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. എന്തിനാണെന്നറിയോ? നിന്നെ പുറത്തെടുക്കാൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്നോട് ദൈവം പറഞ്ഞ ലൈവായിട്ടുള്ള ചില ആലോചനകളുണ്ട്. ഞാൻ നിങ്ങളുടെ മേൽ കൈമാറാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലാകുന്നോ? നോക്കിയേ, വിളി അറിയാം, തെരഞ്ഞെടുപ്പ് ബോധ്യമുള്ളവനാ, ശുശ്രൂഷയുണ്ടെന്ന് ബോധ്യമുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യണോ അച്ഛാ? വെയിറ്റ് ചെയ്യണം. എന്തിനാ? ദൈവത്തിനൊരു പെർഫെക്റ്റ് ടൈമുണ്ട്. ഇപ്പൊ ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ തങ്കമ്മച്ചി എന്നോട് പറയാം, മോനെ നിനക്ക് ശുശ്രൂഷയുണ്ട്. ശരി, അമ്മച്ചി പറഞ്ഞ കറക്റ്റാ. ആമേൻ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക. തങ്കമ്മച്ചി എന്നോട് പറയുമ്പോഴും ഹല്ലേലൂയ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിട്ട് സ്വർഗത്തിലെ ദൈവം, അത്ഭുതകരമായ നാമം, അതിശയകരമായ നാമം അതെന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മച്ചി ഇത് പറയുമ്പോൾ ഞാൻ അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാ. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കാതെ സ്തോത്രം ഹല്ലേലൂയ നിനക്ക് ഇറങ്ങി പുറപ്പെടുവാൻ നിനക്ക് പറ്റത്തില്ല. ഇനിയൊരു കാര്യം കേട്ടോ, അഥവാ തങ്കമ്മച്ചി എന്നോട് പറഞ്ഞു, സജി പാസ്റ്റർ പറയുന്നു, മോൻസിച്ചാൻ പറയുന്നു, സമയമായി കേട്ടോണം.
ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എന്തുവാ? സമയമായി ബ്രദറെ, നിന്റെ ശുശ്രൂഷയുടെ സമയമായി. ഇങ്ങനെ കേട്ട് പുറപ്പെട്ട പലരും തിരിച്ചു കയറി. നിങ്ങൾ പറ, പെർഫെക്റ്റ് ഏതാ? ദൈവം നിന്നെ വിളിച്ചു വേർതിരിക്കും. ദൈവം നിന്നെ, ഞാൻ പറയാം, പൗലോസിന്റെ ദൂതെന്തുവാ? പത്രോസിനുള്ള ദൂതെന്തുവാ? എന്റെ ആദ്യമായിട്ട് യേശു കാണുവാ, പത്രോസും ആദ്യമായിട്ട് കാണുവാച്ചാ. പത്രോസിനെയും അന്ത്രയോസിനെയും നോക്കിയിട്ട് യേശു പറയാ, എന്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങളെ അച്ഛാ ഏക്കും പൂക്കും അറിയത്തില്ല. മീൻപിടുത്തത്തിനേക്കാൾ അപ്പുറമായി ഒരു സംഭവം പുള്ളിക്കാരൻ അറിയത്തില്ല. യേശു ഒരു ദൂത ആദ്യമേ പറയുകയാ, ആമേ നീ എന്റെ 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 പറഞ്ഞേ, ആരുടെ പിന്നാലെ? യേശുവിന്റെ പിന്നാലെ. മനസ്സിലാകുന്നുണ്ടോ? നീ പോകേണ്ടത് യേശുവിന്റെ പിന്നാലെയാ. ആമേൻ. ഒരുപാട് മാനുഷിക ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. അത് യെസ്സോ നോയോ എന്തുമാകട്ടെ ബ്രദറെ സിസ്റ്ററെ, നീ പോകേണ്ടത് യേശുവിന്റെ പിന്നാലെയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരികയാ. ആമേൻ. അപ്പം പത്രോസ് എന്താ കേട്ടത്? ആമേ, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. നോക്കിയാ, ഇത് കേട്ടപാടെ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ചിട്ട് അനുഗമിച്ചെന്നാ. നിങ്ങൾ കേട്ടോ? അനുഗമിച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പിന്നീട് ആമേ സഹോദരി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായേ. അച്ഛാ ആമേ ദൂത് കേട്ടു. ആമേൻ. ദൂത് കേട്ടു, ദൈവത്താലുള്ള ദൂത് കേൾക്കുന്നു. പിന്നീട് ലൂക്കോസിന്റെ സുവിശേഷം, എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം പരിശോധിച്ച അടുത്ത ഒരു പൊസിഷൻ കൊടുക്കും. എന്തോന്നറിയോ? അപ്പോസ്തോലിക പൊസിഷൻ. വിളിച്ച് വേർതിരിച്ചിട്ട്, ഇന്ന് പത്രോസേ അപ്പോസ്തോലിക പൊസിഷൻ. നിങ്ങളിത് ആമേശ്വര കേൾക്കുന്നെങ്കിൽ ഹമേഹാല ഹൃദയം തുറന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ എണ്ണിച്ചു പോവുക എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഇതിനകത്തൊരു കാര്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. മനസ്സിലാക്കുന്നുണ്ടോ? ഹമേഹാലിൽ എന്തോ പൊസിഷനാ? അപ്പോസ്തോലിക പൊസിഷൻ. അടുത്തെന്താന്ന് അറിയാ? അടുത്തെന്ന് പറയോ? അടുത്ത കൊടുക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളില് ആമേ സകല വ്യാധികളെയും ആമേ സ്തോത്ര ഹല്ലേലൂയ ആമേ പുറത്താക്കാനുള്ള ആമേ അധികാരവും ശക്തിയും കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം മറ്റൊരിടത്ത് പറയാച്ചാ ആമേ സ്തോത്ര, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുക, കാരണം ആമേ എൻ്റെ വചനത്തിലോട്ട് വരേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. ഞാൻ പറയുക, അതിനുശേഷം ആമേ സ്തോത്ര, ഒരു പിതാവ് ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയാ, ആമേ സ്തോത്ര ഹാലെ, ഇതിനെ സൗഖ്യമാക്കണം, ഇതിനെ പുറത്താക്കണം, എൻ്റെ മകനെ ഒന്ന് വിടിവിക്കണം. ആമേ ശിഷ്യന്മാര് ആമേ സ്തോത്രം തലങ്ങും വിലങ്ങും നോക്കിയിട്ട് നടന്നില്ല. പൊസിഷൻ എന്തുവാ? അപ്പോസ്തോലിക പൊസിഷൻ. ആമേ. എന്തിന്റെ അധികാരം കൊടുത്തേ? വ്യാധികളുടെ മേലുള്ള അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള അധികാരം. നിങ്ങൾക്കറിയാമോ? ആമേ ഇത് കൊടുക്കുമ്പോൾ അവരിത് ചെയ്തിരുന്നു. ആമേൻ. ഈ അധികാരവും കാര്യങ്ങളും എല്ലാം കൊടുത്തപ്പോൾ തന്നെ ഇവരിത് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറയുക, അവർക്ക് പറ്റിയില്ല. അവിടെ യേശു വരേണ്ടി വന്നു. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്നൊരു വിളി കേട്ടു. ആമേൻ. അച്ഛാ, എല്ലാത്തിനും ചിലപ്പോൾ നമുക്ക് സൗഖ്യം വരത്തില്ല അച്ഛാ. ആമേ സ്വത്ര, അത് കർത്താവിൻ്റെ കുഴപ്പമല്ല. ആമേ, നമ്മുടെ അവിശ്വാസമാണ്. അപ്പം പരാജയം സമ്മതിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തുവാ? എത്ര പൊസിഷനിൽ ഇരുന്നാലും നിനക്കും തെറ്റുപറ്റാം. അല്ല, മനസ്സിലാകുന്നോ? ബ്രദറെ സിസ്റ്ററെ, നിങ്ങൾക്ക് തെറ്റുപറ്റാം. മനു ബ്രദറിന് തെറ്റുപറ്റാം. നീ സമ്മതിക്കാൻ തയ്യാറാണോ? എല്ലാ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പക്ഷേ ആമേ സ്തോത്രം, അവിശ്വാസം കയറി. ആമേ, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. യേശു വന്ന് ചെയ്തു. അതിനുശേഷം പത്രോസിനെ കുറിച്ച് പറയാം, പത്രോസ് തള്ളിപ്പറഞ്ഞു. നിങ്ങൾ നോക്കിക്കോണം, എല്ലാ അധികാരവും അപ്പോസ്തലിക തലവും എല്ലാം വിളിച്ച് കൈകളോട്ട് കൊടുത്ത് ആമേ സ്തോത്രം ദൂത് പറഞ്ഞ് നിർത്തി. ആമേ, മനുഷ്യൻ എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാം, നമ്മുടെ കർത്താവ് എത്ര തകർന്നു കാണും. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയാം, ഈ തള്ളിപ്പറച്ചിൽ കഴിഞ്ഞ് യേശുവിൻ്റെയൊക്കെ മുഖം പത്രോസൊക്കെ ഒന്ന് കാരണം കറക്റ്റ് ആമേ യേശു പറഞ്ഞതുപോലെ പത്രോസ് ചെയ്ത് അത് യേശു കാണുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ടിട്ട് പത്രോസ് എന്തെന്നറിയോ? ആദി ദുഃഖത്തോടെ കരഞ്ഞു എന്ന. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. ആമേ,
ഈ കള്ളക്കരച്ചിലല്ല ദൈവത്തിന് വേണ്ടി. ആമേൻ. നിന്റെ പരാജയത്തെ, നിന്റെ ബലഹീനതയെ നീ സമ്മതിച്ച് ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, അച്ഛാ പത്രോസ് പോയോ? അച്ഛാ പത്രോസ് വീണുപോയോ? അതിദുഃഖത്തോടെയുള്ള കരച്ചിലിൽ ദൈവത്തിന് മനസ്സിലായി, ഞാൻ ഹല്ലേലൂയ വീണ്ടും സ്തോത്രം ഉയർത്തു വരുമ്പോൾ ഞാൻ അവനെ കൈകളിൽ പിടിക്കുമെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് അവനെ കൈവിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? മനമുരുകി ഒന്ന് കരഞ്ഞ്, അപ്പാ ഞാൻ അറിയാതെ ചെയ്തു പോയതാപ്പാ, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ആ ആഗ്രഹം ഞാൻ നിന്നോട് പറഞ്ഞത്. അപ്പാ ഞാൻ നിന്നെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലപ്പാ. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ വന്നപ്പോ അറിയാതെ ഞാൻ ചോദിക്കട്ടെ, സമ്മതിക്കാൻ പറ്റുമോ? തെറ്റ് സമ്മതിക്കാൻ പറ്റുമോ? എന്നോട് അതാ പരിശുദ്ധന്മാരെ പത്രോസിന്റെ കാര്യം പറഞ്ഞതൊക്കെ ഓക്കെ. ഇനി നമ്മളോടത്തോട്ട് വരിക, തെറ്റ് സമ്മതിക്കാൻ പറ്റുമോ? കുറവുണ്ടായെന്നൊന്ന് പറയാൻ പറ്റുമോ? അയ്യോ എൻ്റെ അപ്പ അത് സത്യമാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നീ പറഞ്ഞു തുടങ്ങിയ അച്ഛാ അടുത്തൊരു വരവുണ്ട് തമ്പുരാന്റെ. അടുത്തൊരു വരവുണ്ട് തമ്പുരാന്റെ. സ്വോത്രം. അത് എന്തിന്റെ വരവാന്നറിയാമോ? അച്ഛാ കേട്ട ദൂതിനുള്ള, മനസ്സിലാക്കുന്നുണ്ടോ? നീ വചനം വായിച്ചപ്പം പറഞ്ഞില്ലേ, അയ്യോ ഇതെന്നോട് സംസാരിക്കുന്നു, അയ്യോ ഇതെന്നോട് ഇടപെടുന്നു. ഇന്നലകളിൽ അറിയാത്ത എനിക്ക് മനസ്സിലായി, എനിക്കൊരു വിളിയുണ്ട്, എനിക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷെ എന്തൊക്കെയോ കൊണ്ട് അതങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. എന്നാൽ അതിന്റെ ചില ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ഒരു വിളി പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ? പത്രോസിന്റെ ജീവിതത്തിൽ എന്താ? ആ കേട്ട ദൂതിന്റെ വിളി എവിടെ വെളിപ്പെട്ടെന്നറിയാമോ? ഹല്ലേലൂയ മാളിക മുറിക്കകത്ത്. കേട്ട ദൂതെന്താ? മനുഷ്യനെ പിടിക്കുന്നവരാക്കും അല്ലേ? നിങ്ങൾ നോക്കണം, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾ പിതാവിൽ നിന്ന് കേട്ട എൻ്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യണം? അച്ഛാ കാത്തിരിക്കണം. അച്ഛാ ഞാൻ എവിടെല്ലാം ഓടിയാലും കാര്യമില്ല. ഞാൻ ഹല്ലേലൂയ ആത്മാർത്ഥതയിൽ ദൈവനിയോഗത്തിൽ നിന്ന് പറയുക, നീ എവിടെല്ലാം കടന്നോടിയാലും കാര്യമില്ല. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നീ കാത്തിരിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. നിന്റെ വിളിക്കൊത്ത ചില ടിസ്റ്റുകൾ സംഭവിക്കും. സ്വോത്രം. നോക്കിയേ, അതിനു മുമ്പ് നീ എല്ലാം ചെയ്തവനാ, പക്ഷെ നീ പരാജയം സമ്മതിച്ചു. പരാജയം സമ്മതിച്ച് സ്വോത്രം ഹല്ലേലൂയ എനിക്കൊരു പരാജയം ഉണ്ടെന്ന് പറഞ്ഞ് അത് സമ്മതിച്ച് മടങ്ങി വരാൻ തയ്യാറായി. സ്വോത്ര കർത്താവരെ നീ കാത്തിരിക്കേ. അയ്യോ ഞാൻ അപ്പോസ്തലിക തലത്തിലുള്ളവനാ, അയ്യോ എനിക്ക് എല്ലാ അധികാരവും ശക്തിയുണ്ട്, എന്നാ പിന്നെ ഞാൻ അങ്ങ് പോകാമെന്നല്ല. അവിടെ നീ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നീ കാത്തിരുന്നിട്ട് വേണം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ. ഞാനൊരു കാര്യം പറയുക, സ്വന്തമായിട്ടൊരു അനുഭവമില്ലാതെ നിനക്ക് സുവിശേഷം വല്ല ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലപ്പോൾ സമ്മതിക്കും, ഞാൻ സമ്മതിക്കത്തില്ല. സ്വന്തമായിട്ടൊരനുഭവമില്ലാതെ നിനക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. ആ അനുഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളതല്ല, ഡയറക്റ്റ് നിനക്കത് അനുഭവപ്പെടും. പത്രോസിന്റെ മീതെ അച്ഛാ ഒരു ശക്തി പകർന്നു, പത്രോസിന്റെ മീതെ ഒരു നിറവ് പകർന്നു. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്നൊരു എഴുന്നേൽച്ചു. അവിടെ നിന്നൊരു എഴുന്നേൽച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഒറ്റ പ്രസംഗത്തിൽ 3000 ദൂതെന്തുവാ എപ്പോഴാ സംഭവിച്ചേ? എത്ര കാലഘട്ടം കഴിഞ്ഞാണ് സംഭവിച്ചേ? അവര് രോഗികളെ സൗഖ്യമാക്കിയതാ. അപ്പോസ്തലിക തലമുള്ള മനുഷ്യരോ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചതോ. ഹല്ലേലൂയ. അവിടെയും അവർക്ക് വിളിക്കനുസരിച്ചുള്ള എങ്ങനത്തുള്ള വിളി? പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. അച്ഛാ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാ പെർഫെക്റ്റ് ആയെന്നറിയോ?
ദൈവസന്നിധിയിൽ ദൈവശബ്ദത്തിനൊത്ത് കാത്തിരുന്നപ്പോ ആമീൻ പുറത്തെടുത്തു. അതിൻ്റെ ഇടയിൽ അവൻ വീണ്ടും ഈ കാത്തിരിക്കുന്നതിന് മുമ്പ് പുള്ളി തള്ളിപ്പറയുന്നതിന് മുമ്പ് വീണ്ടും പുള്ളി വലയും വെള്ളമൊക്കെ ഇട്ട് പോയാ തിരിച്ചുപോയി എടുത്തതാ. സമ്മതിച്ചു കൊടുത്ത് മടങ്ങി വന്ന് കാത്തിരുന്ന് പ്രാപിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടങ്ങോട്ട് ശ്രദ്ധിക്കണം അച്ഛാ. പിന്നെ അങ്ങോട്ടങ്ങോട്ട് ശ്രദ്ധിക്കണം. 3,000, 3,000, 5,000 അമിഹാലിലെ ജന്മന മുടന്തനായവനും എന്നിട്ട് വിസ്തരിക്കുക. ഞാൻ ആലോചിച്ചു, വിസ്തരിക്കുക അച്ഛാ, പത്രോസിനെയൊക്കെ വിസ്തരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ടൈമിൽ എഴുന്നേറ്റവൻ്റെ കാര്യം ഞാൻ പറയുന്നേ. മനസ്സിലായി? അധികാരികളെല്ലാം വിസ്തരിക്കുക. നിങ്ങളിത് ഏത് നാമത്തിലാണ് ഇത് ചെയ്ത് മേലെ ഇങ്ങനത്തുള്ള പരിപാടി കാണിക്കല്ലെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഇനി ശ്രദ്ധിക്കണം. ആമേൻ. തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് ചോദിച്ചു, നീ അവനോട് കൂടെ അല്ലേ? നമ്മളൊക്കെ പറയുന്നല്ലേ, ആര്? യേശുവോ? എന്ത് പ്രാർത്ഥന? ആമേ ഒരു എന്താ പറയുക, ഒരു സിമ്പിൾ മട്ടിൽ. കാരണം എനിക്കറിയത്തില്ല. പക്ഷേ പെർഫെക്റ്റ് ടൈമിൽ വന്നു, പ്രാപിച്ചു പുറത്തിറങ്ങി. അധികാരികൾ വന്നിട്ട് പറഞ്ഞു, മേല ഈ പരിപാടി ചെയ്തേക്കല്ലേ. അപ്പം ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പത്രോസ്, ആമേൻ, നിങ്ങളെക്കാൾ അധികമായിട്ട് എനിക്ക് എൻ്റെ ദൈവത്തെ അനുസരിക്കണമെന്ന്. ആമേൻ. ഒരു അധികാരി വിചാരിച്ചാൽ നിന്റെ ശുശ്രൂഷ തീരുവോ? നിന്റെ ശുശ്രൂഷ തീരുന്നെന്ന് നീ പറഞ്ഞാൽ നീയായിട്ട് ഇറങ്ങിയതാ. അച്ഛാ, മനസ്സിലാവുന്നു? നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നു? ദൈവം നിന്നെ പെർഫെക്റ്റ് ആയിട്ട് അനുഭവം തന്ന് വിളിച്ചിറക്കിയെങ്കിൽ ഏത് അധികാരിയെടുത്തും നീ വിറയ്ക്കത്തില്ല. നിന്റെ മുമ്പിൽ അവൻ വിറയ്ക്കും. കാരണം ഇത് അതിശയിപ്പിക്കുന്ന നാമമാ, ഇത് അത്ഭുതത്തിന്റെ നാമമാ, ഇത് കുഞ്ഞുകളിയല്ല. ഇത് കുഞ്ഞുകളിയല്ല. ഏതെങ്കിലും എവിടെങ്കിലും ചെയ്യാവുന്നല്ല. ആ വിളിക്കനുസരിച്ച് നീ സ്റ്റാർട്ട് ചെയ്താ പിന്നെ അവൻ നോക്കും കാര്യങ്ങൾ. അതുകൊണ്ട് എന്താ പ്രശ്നങ്ങളില്ലെന്നോ? അതുകൊണ്ട് എന്താ പ്രതിസന്ധികളില്ലെന്നോ? സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ AC കാറിൽ പോകുന്നു, AC കാറിൽ തിരിച്ചു വരുന്നു, ബംഗ്ലാവിൽ കിടക്കുന്നു എന്നതാണോ ഇന്നത്തെ കാലഘട്ടം? അതാ കൃപാവരങ്ങളെ പ്രാപിക്കണം, സുവിശേഷം അറിയിക്കണം, വലിയ ബംഗ്ലാവ്, വലിയ കാറ്, വലിയ വീട്. നിങ്ങൾ ഈ ദേവദാസന്മാരെ എല്ലായിടത്തും നോക്കിയേ, അവരുടെ മരണം എങ്ങനെയോ? ഒരു നല്ല മരണം കിട്ടിയോ? നമ്മൾ നല്ല മരണത്തിന് കാത്തിരിക്കോ? നല്ലൊരു കല്ലറയ്ക്ക് കാത്തിരിക്കോ? തെറ്റൊന്നുമല്ല, ശരിയാ. പക്ഷെ നിങ്ങളെ നടത്തിയ വചനപ്രകാരം നിങ്ങൾക്ക് ഉത്സാഹം തന്ന, നിങ്ങളെ ഹല്ലേലൂയ ബലപ്പെടുത്തിയ ഒരാൾ പോലും, ഹല്ലേലൂയ, യോഹന്നാൻ ഒഴിച്ച് മറ്റ ഒരാളും നല്ലൊരു മരണം ആസ്വദിച്ചിട്ടില്ല. ജീവനോടെ തകർത്ത് കളഞ്ഞു. നിങ്ങൾ എന്താ അപ്പം പറയുന്നത്? വലിയ ബംഗ്ലാവ്, ഏക്കർ കണക്കിന്. കണ്ടോ മറന്നു? കണ്ടോ? ഞാൻ പറയത്തില്ല വേണ്ടാന്ന്, കേട്ടോച്ചാ. ഞാൻ വേണ്ടാന്ന് പറയത്തില്ല. നിന്നോട് കർത്താവ് പറഞ്ഞ രാജ്യം അന്വേഷിക്കണം. രാജ്യത്തിനൊത്ത് തുടർന്നാൽ നീ പട്ടുപോകാനോ തളർന്നു പോകാനോ കൈ നീട്ടാനോ വേണ്ടുന്നത് വേണ്ടുന്ന സമയത്ത് നിനക്ക് വേണ്ടി കൈമാറുവോ അത്ഭുത നാമത്തിൽ പറ്റും. വിളിച്ചിറക്കില്ലേ? പ്രാപിച്ചു പുറത്തു വന്നില്ലേ? ചെയ്യത്തില്ലയോ? റമശകൽ പ്രഭതുരി ഘടക. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ അങ്ങനെ പെർഫെക്റ്റ് ടൈം അതിനുമായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ആമേൻ. നമ്മൾ ആ വായിക്കപ്പെട്ട വചനത്തിലേക്കൊന്ന് വരിക. ആരുണ്ടായി? ക്ലോക്കിൽ നോക്കല്ലേ കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്ന് വായിക്കാം അച്ഛാ, മൈക്കിലൂടെ ഒന്ന് വായിച്ചാ. 13 തൊട്ട് ഇനി ഒന്ന് പെതുക്കെ വായിച്ചാൽ മതി അച്ഛാ. മതി, ഒന്നോട്ട് വായിച്ചോ. 13-ന്റെ 1 തൊട്ട് വായിച്ചോ. അന്ത്യോക്യയിലെ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്,
ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ. ഒരു മിനിറ്റ് അച്ഛാ, നിങ്ങളിവിടെ കേട്ടോ, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ. അടുത്തത് ശൗൽ എന്നീ പ്രവാചകന്മാർ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? എനിക്ക് ഹീബ്രു, എബ്രായ, അരാമയ ഒരു ഭാഷ എനിക്കറിയത്തില്ല, മലയാളം പോലും നല്ല കൂട്ടി വായിക്കാൻ അറിയത്തില്ല. എനിക്ക് കിട്ടിയ ബൈബിള് എനിക്ക് മനസ്സിലായ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വല്ല മനസ്സിലാവുന്നോ? എനിക്ക് വലിയ തിയോളജി ഒന്നും എടുത്തു വെച്ച് ഇതിനെ കൂട്ടി വെച്ചു. നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ് ഞാൻ തിരുത്തും. പക്ഷെ ഇതിനകത്ത് പറയുക, ഇടപ്രഭുവായ ഹെരോദ. അവരെ അറിയാവോ? ആ ടീമിനെ അറിയാവോ? അറിയാവോ? ആരാന്നറിയാവോ? യോഹന്നാൻ്റെ തലയെ വെട്ടിയ മനുഷ്യനാ. എന്നിട്ട് ഇവിടെ പറയാം, അവനോട് കൂടെ വളർന്ന. അത് കഴിഞ്ഞിട്ട് ശൗൽ എന്നീ. നിങ്ങൾ സംഭവം കണ്ടോ? നമ്മൾ പറയത്തില്ലയോ, സിംഹത്തിൻ്റെ മടയിൽ കയറി പൊക്കുമെന്നൊക്കെ പറയുന്ന പോലെ സുവിശേഷത്തിനെതിര് ഉണ്ടാകും, പ്രശ്നങ്ങൾ വർദ്ധിക്കും, അകത്തുനിന്ന് പൊക്കിക്കൊണ്ടുവരും. മനസ്സിലായുന്നുണ്ടോ? ആരെതിർക്കുന്നുവോ ഇത് ദൈവത്തിൻ്റെ നീതിയാ. ഇടപ്രഭുവേ, നീ സ്തോത്രം, ഹല്ലേലൂയ, നല്ലവനായ ഒരുവന്റെ കഴുത്തറത്തു. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ വളർന്നവനെ ഞാൻ പൊക്കി ദൈവരാജ്യത്തിന് വേണ്ടി കൊണ്ടുവരും. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കൂടെ വളർന്നവനെ ഞാൻ എന്റെ ദൈവരാജ്യത്തിന് വേണ്ടി പൊക്കി കൊണ്ടുവരും. അവന്റെ പേരാണ് മനായേൽ. അവനും ശൗലും പ്രവാചകന്മാരായി. അവനും ശൗലും നിങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉപദേഷ്ടാക്കന്മാർ. ഇത് എവിടെ ഉണ്ടായേ? ഇതൊരു സഭയ്ക്കകത്താ. ഇത് ഒരു സഭയ്ക്കകത്താച്ചാ. അന്ത്യോക്യ സഭയ്ക്കകത്താ. അജുമാൻ സഭയ്ക്കകത്ത് ഉണ്ടാകണം. എതിർക്കുന്നവൻ വരട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ഉപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കട്ടെ. അന്ത്യോക്യ സഭയുടെ കാര്യം പറഞ്ഞിട്ട് പൊടിയും തട്ടി പോകാനല്ല, അജുമാൻ സഭയ്ക്കകത്ത്. ആമേൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് കഴിഞ്ഞിട്ട് അവർ കർത്താവിനെ ആരാധിച്ചു. നോക്കിയേ, ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ കർത്താവ് കേട്ടോ. ആമേൻ. ഇന്ന് അവസരം കിട്ടിയത് ചിലപ്പോൾ നാളെ കിട്ടണമെന്നില്ല അച്ഛാ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥത്തോടെ വിളിച്ചു പറയാം. ആമേൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു സാക്ഷിയുടെ കേട്ടപ്പോൾ ഇത് ഞാൻ അങ്ങ് എഗ്രി ചെയ്ത് പറയണം. ഇത് നിർത്തി പറയണമെന്ന് പറഞ്ഞാച്ചാ. ആമേൻ. 2 ആഴ്ച പനി വന്ന് തകർന്ന് തരിപ്പണമായ ഒരു പയ്യൻ, 21 വയസ്സ്, അപ്പൻ പാസ്റ്ററാണ്. പനി വന്ന് അടിമുടി തകർന്നു. ഒരറ്റത്തെ എക്സാം നടക്കുന്നു, അതെഴുതണം. ആമേൻ. അങ്ങനെ ബാംഗ്ലൂരിന് കയറിപ്പോകുന്നു. അവിടെ ചെന്ന് ആകെ ആമേൻ തകർന്നു പോയി. അവനും അപ്പൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് നിന്ന ആളാ. അച്ഛനറിയോ, ഇവൻ തകർന്നു പോയി. ഹോസ്പിറ്റലിൽ കടന്ന് ഒരു പ്രതീക്ഷയില്ലാതെ കിടക്കും കേട്ടോ. ഹോസ്പിറ്റലിൽ കടന്ന് സൺഡേയിൽ അവരുടെ ശുശ്രൂഷ കണ്ടപ്പോൾ ഈ പയ്യൻ പറയാം, അപ്പാ ഒരു ദിവസം കൂടെ എനിക്ക് താ. ഒരു ദിവസം കൂടെ. നിങ്ങൾ വല്ല മനസ്സിലാവുന്നു? അവർ ഇന്നലകളിൽ ആരാധിച്ചില്ലെന്നല്ല, വർഷിപ്പ് ചെയ്യുന്ന മനുഷ്യനാ. 2 ആഴ്ച തകർന്നടിഞ്ഞ് ഒന്നുമില്ല എന്ന് മനസ്സിലായി ഹോസ്പിറ്റലിൽ മേലോട്ട് നോക്കി കിടക്കുമ്പോ അവൻ കർത്താവിനോട് നോക്കിയിട്ട് പറയാ, എനിക്കൊരു ദിവസം ആരാധിക്കാൻ എന്നെ ഒരു ദിവസം കൊടുത്തു. അമ്മേ, ഞാൻ ഇതങ്ങ് കൺഫേം ചെയ്തു. സത്യമാ, ഇത് തന്നെ പറയണം. മനസ്സിലായോ? പറഞ്ഞ ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. നീ ആരാധിക്കുന്ന കർത്താവിനെയാ. അമ്മ, ഈ ലോകത്തിൽ നിങ്ങൾ നോക്കി എല്ലാ ഫീൽഡും എടുത്ത് നോക്കുക. അനേകർക്ക് ആരാധകരുണ്ട്. ആമേ, അവൻ ചത്തു പോകുമ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇവ ഇനിയും ചാവത്തില്ല. ഇതെന്നും നിന്റെ തലമുറയോളം ഇവൻ രാജാവായി നിനക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇവനെ ഉള്ള ആരാധനയ്ക്ക് യോഗ്യ. അതുകൊണ്ടാ പറയുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചു. സഭയിലെ സംഭവം ഞാൻ പറയുന്നേ. അടുത്തത് പറയാ, ഉപവസിച്ചു. കേട്ടോണം. എന്തുവാ? ഉപവസിച്ചു. എന്നിട്ട് എന്തെന്നറിയോ? ഈ ഇമ്പോർട്ടൻ്റ് കൊടുത്തപ്പാച്ച, ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എന്തിനൊക്കെയാ? ആരാധന, പ്രാർത്ഥന, ഉപവാസം. അങ്ങനെ കാരണം മറ്റിടത്തും പറയുന്നുണ്ട് ഉപവാസം പ്രാർത്ഥനയെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അങ്ങ് എല്ലാവരും ചേർത്ത് വെച്ചിട്ട് പറയാ, സഭ ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇന്നാളിലൊന്ന് പറഞ്ഞതാ. എത്ര പറഞ്ഞാലും നമുക്കറിയാം ഇത്രയൊക്കെ ഉള്ളെന്ന്.
എന്നാലും ഞാൻ പറയാം, ആത്മാർത്ഥമായി എത്ര പേര് ഉപവസിച്ചു? നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയാം, ഈ സഭ എനിക്ക് അനുഗ്രഹമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇവർ തരുന്ന അമ്മ സ്തോത്രകാലം, ഇവരാരെങ്കിലും അമ്മ മാസം എനിക്ക് ശമ്പളം തരുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ സഭയിൽ എന്ന് കാലുകുത്തിയോ അന്നാ ഞാൻ തിരിച്ചറിഞ്ഞെത്തിയാൽ ഞാൻ തെരഞ്ഞെടുത്തോളവനാന്ന്. അന്നാ ഞാൻ മനസ്സിലാക്കി എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെന്ന്. അപ്പൊ സഭയിൽ എടുക്കുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആമേൻ. അന്ത്യോക്യ സഭ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ഉള്ളപ്പോഴും അച്ഛാ എന്തോ ചെയ്തേ? ഉപവസിച്ചു എന്നാ. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു. അവർക്കൊന്നും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴേ ഇവിടെ നോക്കിയേ, 4 പ്രാവശ്യമായിട്ട് നോക്കുന്നുണ്ട്, ഇപ്പം തീരും, ഇപ്പം നടക്കത്തില്ല. ആമേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആമേ സ്തോത്രം, നിങ്ങളിത് കേൾക്കണം. നിങ്ങൾക്ക് വചനം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം, വചനമാണെങ്കിൽ നിങ്ങൾക്കിത് ഏറ്റെടുത്തേ പറ്റൂ. ഈ സഭയുടെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ആമേ സ്തോത്രം, ഹല്ലേലൂയ. വചനം വിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകത്തില്ല. അത് മനു ബ്രദർ ആയാലും ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞായാലും. ഒരാമയും പറയാമോ? അപ്പം വചനത്തിൽ പറയുകയാണ്, ഉപവസിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഇരുന്നപ്പം കേട്ടോ, അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുക. ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുവിനെന്ന്. അതാ ഞാൻ പറഞ്ഞേ, കാത്തിരുന്നപ്പോൾ പത്രോസിന്റെ യഥാർത്ഥ വിളിക്കൊത്ത സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷ വെളിപ്പെട്ടു. അതിനു മുമ്പ് വരെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പരിശോധിച്ചാൽ അവനെ ഓരോരുത്തും പൂട്ടാൻ ഒരാൾക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ ശൗലിന്റെ അടുക്കലേക്ക് വരിക. ഞാൻ സോറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പൗലോസ് തന്നെ, പക്ഷെ അതുപോലും ദൈവത്തിന്റെ ആത്മാവ് വേറെ തലത്തിലൂടെ പറയാനുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതങ്ങ് പോവുക. പക്ഷെ നിങ്ങൾ കേട്ടോണം, ശൗലും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് വേർതിരിച്ചു. മനുഷ്യൻ വേർതിരിച്ചെന്നു. അച്ഛാ, പരിശുദ്ധാത്മാവ് വേർതിരിച്ചപ്പം, പരിശുദ്ധാത്മാവ് ചലിച്ചപ്പം അത് സഭയ്ക്ക് മനസ്സിലായി. അപ്പൊ പരിശുദ്ധാത്മാവോട് ചലിക്കുന്ന സഭ, മനസ്സിലാവുന്നുണ്ടോ? ഹോളി സ്പിരിറ്റോട് ചലിക്കുന്ന സഭ, പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ സഭ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവരെ ഇങ്ങോട്ട് വിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു പോ. മനസ്സിലാവുന്നോ? പക്ഷെ എൻ്റെ ഒരു ഡൗട്ട് എന്തോന്നറിയോ? മനായേനും ശൗലും ആരായിരുന്നു? ഇടപ്രഭു എന്നീ പ്രവാചകന്മാരും. നിങ്ങൾ കേട്ടോ? ഞാൻ ആലോചിച്ചേ, ഒറ്റ തെറ്റാന്ന് വെച്ചാ ഇനിയും നോക്കിക്കോണം. അടുത്തത് അച്ഛാ, പെർഫെക്റ്റ് ടൈം കറക്റ്റ് പറഞ്ഞ ശൗലിന്റെ പെർഫെക്റ്റ് ടൈം എവിടാന്നറിയോ? ഇതിന്റെ നടുവിലാച്ച ഉണ്ടായേ. ഇവിടുന്ന് 1ാം മിഷണറി യാത്ര തുടങ്ങുന്നേ. നിങ്ങൾ വല്ല മനസ്സിലാക്കുന്നോ? അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളെ ബൈബിൾ വായിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവനെ 7:58 ഇങ്ങോട്ട് തുടങ്ങുന്നേ. 8 വരുമ്പം ഭയങ്കര ഉപദ്രവം. ആരെയാ? സഭകളെ മുഴുവനും മുടിച്ചെന്നാ. ആമേൻ. അടുത്ത് പറയുന്നത് എന്തെന്നറിയോ? അടുത്ത പറയുന്നത് ദൈവം മുടിച്ചവനെ അങ്ങ് തൊട്ടു. എന്ത് കർത്താവ് വന്ന് ഇടപെട്ടപ്പം, ദമസ്കോസിൽ ഇടപെട്ടപ്പം എന്തോ പറഞ്ഞെന്നറിയോ? ശൗലേ, ശൗലേ, നീ എന്നെ യേശുവിനെ ആര് ഉപദ്രവിച്ചു? അത് നിങ്ങൾ പറ, യേശുവിനെ ആര് ഉപദ്രവിച്ചു? നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിലൊന്ന് പറഞ്ഞേ, യേശുവിനെ ആര് ഉപദ്രവിച്ചു? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, നിങ്ങളെ തൊട്ടാൽ ഏക്കുന്നത് അവനാ. അതെന്താണെന്നറിയാമോ? സഭയുടെ തലയവനാ. ആ തലയുടെ ശരീരമാകുന്ന അവയവങ്ങളിൽ ഒന്നിനെ പീഡിപ്പിച്ചോ, തലയടങ്ങിയിരിക്കത്തില്ല. തലയടങ്ങിയിരിക്കത്തില്ല. ഒരു കാര്യം ചോട്ടെ, തങ്കമ്മച്ചിക്ക് ഇപ്പൊ ഇല്ല സന്തോഷം. തങ്കമ്മച്ചിക്ക് ചിരിക്കുന്നതാണ്. മുട്ടിന് വേദന ഉണ്ടായി എനിക്കറിയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണല്ലേ? മുഖത്തറിയാം. ഒരു നെഞ്ചിന് വേദന ഉണ്ടായി പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന എവിടെ വെച്ചാ? മുഖത്തറിയാം. ഒരു കാലിന്, മുട്ടിന്, കൈക്കൊക്കെ വേദന ഉണ്ടായി പെട്ടെന്ന് എഫക്ട് എവിടെ എഫക്ട് ചെയ്യും? ഇന്നലെ വരെ ചിരിച്ചുകൊണ്ട് നടന്ന ആളാണ്ട് ഇപ്പം തന്നെ കാരണം എഫക്ട് എവിടെ ചെയ്തു?
തലയ്ക്കകത്ത് വന്നു. അപ്പൊ നിന്റെ കടഭാരം അറിയത്തില്ലേ? നിന്റെ രോഗം അറിയത്തില്ലേ? നീ മറ്റൊരു മനുഷ്യനോട് പറയുന്നതിന് മുമ്പ് അവന്റെ അവയവമായിരിക്കുന്നു. നിന്നെ കുറിച്ച് തലയ്ക്കറിയത്തില്ലേ? പിന്നെ നീ എവിടായി ഇറങ്ങി ഓടുന്നേ? നീ പിന്നെ എങ്ങോട്ടാ നീ ഇറങ്ങി ഓടുന്നത്? നീ ഇരിക്കവിടെ, നീ അവിടെ ഇരിക്ക. അവനേക്കാൾ അധികമായി ആർക്ക്? അങ്ങനാണെങ്കിൽ നമ്മൾ ചുമ്മാതാ പാടുന്ന അത്ഭുതമാ, അതിശയം, ചുമ്മാതാ. ഈ ഉപവാസവും പ്രാർത്ഥനയും പറഞ്ഞ ഈ കൂട്ടത്തിലൊരു പരിപാടി. ഉപവാസം എന്ന് വെച്ചാൽ നിന്റെ ജഡീക ചിന്തകളെ എല്ലാം കാലിന്റെ ചുവട്ടിലാക്കണം. അതുവരെ ഉണ്ടായിരുന്ന നിന്റെ ആഗ്രഹങ്ങളെ വെടിയണം, കാൽ ചുവട്ടിലാക്കണം. ഇടയ്ക്കൂടെ പൊങ്ങി വരുമ്പോൾ വീണ്ടും ചവിട്ടണം. ഇതെന്തെങ്കിലും പിരിപ്പ് കയറുമ്പോൾ ചെയ്യുന്നതല്ല ഉപവാസം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സ്വത്ര അച്ഛ, ഇത് ലൈഫ് സ്റ്റൈൽ അച്ഛ. ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. വിളിയുള്ളവനും തെരഞ്ഞെടുത്തവനും ശുശ്രൂഷകളവനും പറഞ്ഞതാ. ഞാൻ പറയുന്ന പോലെ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെ നൈസായിട്ട് അങ്ങ് തള്ളിക്കളയരുത്. നീ വ്യക്തമായി അതിന് വില കൊടുത്താൽ നിന്റെ പെർഫെക്റ്റ് ടൈം അവിടുന്ന് തുടങ്ങും. നിങ്ങൾ 9-ാം അധ്യായത്തിൽ ശൗലിനെ കുറിച്ച് വായിക്കുമ്പോൾ ശൗൽ അവിടെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 9-ാം അധ്യായം ഇദ്ദേഹത്തെ ദൈവം തൊട്ടതിന് ശേഷം ഈ ശൗലിനോട് പറയാം, നീ ഒരു കാര്യം, നീ പട്ടണത്തിലേക്ക് പോകും, ഞാൻ നിന്നെ അവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ അറിയിക്കും. അനന്യാസുമായി കണക്ട് ചെയ്തു കേട്ടോ. ഈ അനന്യാസിനെ കണക്ട് ചെയ്തപ്പം ശരിക്കും എന്താ സംഭവിച്ചെന്നറിയാം? ദർശനത്തിൽ അനന്യാസിനൊരു വെളിപ്പാട് കൊടുക്കുക. എടാ നീ ഇതുപോലെ ചെല്ലണം, എവിടെ നേർവീതി ചെല്ലണം, അവിടെ യൂദയുടെ വീട്ടിൽ ഇന്നടുത്ത് ഇന്നൊരാൾ ഇരിപ്പുണ്ട്, അവനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അനന്യാസെ നീ തന്നെ പോകണം. നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ ഈ ദർശനത്തിൽ അനന്യാസിനോട് ഇത് സംഭവിക്കുമ്പോ അതുപോലെ തന്നെ ആ കണ്ണ് കാണാത്ത മനുഷ്യനുണ്ടല്ലേ മറ്റേ ഉപദ്രവിച്ച് കിടന്ന്, നേരത്തെ നല്ല അധികാരപത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ചലിച്ച് നിന്നതാ, വെട്ടും കൊല്ലും തുപ്പും മാക്സിമം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം പിടിച്ചു കഴിഞ്ഞപ്പോ ഹാലിൽ ഒരു മുറിയിൽ ഒതുങ്ങി. എവിടെ ചാടിയാലും മുറിക്കകത്തൊതുക്കും. എന്നിട്ട് നിന്നെ കുറിച്ച് ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് നടുവിൽ നിന്റെ അടുക്കൽ ആര് വരണമെന്ന് ദൈവം തീരുമാനിക്കും. മനസ്സിലാകുന്ന ഞാൻ പറയുന്നേ? കറക്റ്റ് ഇടപെടൽ ശൗലിനും ഉണ്ടാകുക. എന്തോ അനന്യാസ് വരുന്ന എന്റെ മേൽ കൈവെക്കുന്നു. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. യഥാർത്ഥ കണക്ഷനെ തിരിച്ചറിയണം, ഇല്ലെങ്കിൽ മൂക്കുറ്റം ഇടിയിട്ടും. ഞാൻ കറക്റ്റ് കാര്യമാണ് പറയുന്നേ, ഞാൻ നിങ്ങളോട് കറക്റ്റ് കാര്യമാണ് പറയുന്നേ. കറക്റ്റ് കണക്ഷനെ അനന്യാസിനോട് ദർശനത്തിൽ ഇടപെട്ടപ്പോ കറക്റ്റ് അതുപോലെ പ്രാർത്ഥിക്കുന്ന ശൗലിന്റെ മേൽ ദൈവം പറഞ്ഞാണ്ട് അനന്യാസ് വരുന്നു. എന്നിട്ട് കർത്താവ് ശൗലിനോടൊന്നും പറഞ്ഞില്ല. എന്നാൽ അനന്യാസ് എന്നിട്ട് അവനോട് ദൂത് പറയുക. മനസ്സിലാവുന്നുണ്ടോ? അനന്യാസ് എന്നിട്ട് അവനോട് ദൂത് പറയുക. ആ ദൂതിന്റെ ചലനമാച്ചാ ദൈവപുത്രൻ എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ യഹൂദന്മാരോട് പറഞ്ഞ് തെളിയിക്കുന്നത്. മനസ്സിലാവുന്നോ? ദൈവപുത്രൻ എന്ന് അവിടെ തുടങ്ങി ദൂതിന്റെ ചലനങ്ങളാച്ചാ അത്. പക്ഷേ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 9 അങ്ങനെ 11 ഉണ്ട് ശുശ്രൂഷ. ഭർന്നവാസും ശൗലും കൂടെ ചെയ്ത ശുശ്രൂഷ. 12 അവസാനം 25 ഇങ്ങനെ വരുന്നത് ഭർന്നവാസും ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം. അപ്പൊ ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാ, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് പുറത്തു വന്ന എപ്പോഴാണെന്നറിയോ? അവരെ വേർതിരിച്ചപ്പോഴാണെന്നറിയോ? യഥാർത്ഥത്തിൽ അവന്റെ ദൈവം അവനോട് അരുളി ചെയ്ത ദൂതിന്റെ തുടക്കം എപ്പോഴാണെന്നറിയാമോ? സ്തോത്രം ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ സ്തോത്രം ദൈവിക ഇടപെടൽ ഉണ്ടായിട്ട് സഭയോട് പറഞ്ഞു, നീ ഇവനെ അങ്ങ് വേർതിരിച്ചേരെ, നീ ഇവനെ അങ്ങ് ഹാലിൽ പറഞ്ഞയച്ചേരെ. നിന്നോടുള്ള ദൈവവഴി നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി ഓടുന്നതല്ല, നിനക്ക് അനുഭവം തന്നെ പുറത്തെടുക്കുന്നതാ. അതാണ് നിന്റെ 1ാം മിഷണറി യാത്ര. അവിടുന്ന് തുടങ്ങിയ അസാധാരണമായ ശുശ്രൂഷ. നിങ്ങൾ പറഞ്ഞ വല്ല മനസ്സിലായോ? അവിടുന്ന് തുടങ്ങി ശൗലെന്ന് പറയുന്ന വ്യക്തിയുടെ അസാധാരണമായ ശുശ്രൂഷ. മനസ്സിലായോ? എനിക്ക് ഇനിയും 2-3 കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ദൈവങ്ങളോട് പറയുക,
ദൈവത്തിൻ്റെ ബന്ധങ്ങളെ കറക്റ്റ് തിരിച്ചറിയണം. ഇവരെ പറഞ്ഞയച്ചതിന് ശേഷം പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. അത് അവരുടെ 1ാം മിഷണറി യാത്രയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ കയറി വന്നു. ആരാന്നറിയാമോ? യോഹന്നാൻ എന്ന പേരുള്ള, മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ. ഇവരെ ഇവിടുന്ന് തെരഞ്ഞെടുത്ത ആരെയാ? ബർന്നബാസിനെയും ശൗലിനെയും പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് ആരെ കിട്ടിയെന്നറിയോ? മറുപേരുള്ള യോഹന്നാനെ ഭൃത്യനായിട്ട് അങ്ങ് സ്വീകരിച്ചു. ഒരു പൈശാചികമായ ഒരു ഹാലിൽ കള്ളപ്രവാചകന്റെ അടുക്കലുള്ള ശൗലിന്റെ ശുശ്രൂഷ നടന്ന് ഹല്ലേലൂയ ഈ കള്ളപ്രവാചകൻ പിടിച്ചു വെച്ച ഒരു ദേശാധിപതിയെ ബുദ്ധിമാനായ ദേശാധിപതി എന്ന ഈ മനുഷ്യനെ ഇവനിൽ നിന്ന് അങ്ങ് വിടുവിച്ചു. ഇവനും കാണാതായി പോയി. ആരെന്നെ പിടിച്ച് നടത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവൻ അങ്ങ് നടക്കുക. ഏതാ? ഈ കള്ളപ്രവാചകൻ. മനസ്സിലാവുന്നോ? ഇവിടം തൊട്ടാണ് ശൗല് മാറി പൗലോസ് വരുന്നത്. ഈ 2 പേരും മുമ്പേ ഉള്ളതാ. പക്ഷേ അച്ഛാ ദൈവം തീരുമാനിക്കുക അടുത്ത ശുശ്രൂഷ നീ ഏത് പേരിൽ അറിയപ്പെടണമെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ഞാനൊരു സാധാ വിശ്വാസിയായി സാധാ രീതി സാക്ഷ്യവും പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോകും. പക്ഷേ ദൈവത്താൽ അനുഭവത്തോടെ പുറത്തു വന്നാൽ നിനക്ക് ചില അന്ധകാര മണ്ഡലങ്ങളോട് ശുശ്രൂഷിക്കേണ്ടി വരും. അതിനകത്ത് നീ ശുശ്രൂഷിച്ചുടങ്ങിയ അതുവരെയുള്ള പേരല്ല നിനക്ക് വരാൻ പോകുന്നത്. ദൈവത്താൽ നിന്നെ പേരുകൾക്കും നിന്റെ ശുശ്രൂഷകൾക്കും എല്ലാം ഒരു മാറ്റം തരും. ഈ ശുശ്രൂഷ കണ്ടിട്ട് ഈ യോഹന്നാൻ എന്തെന്നറിയോ? ഏതാ? മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ അവിടെ വെച്ച് ഇവരുമായിട്ട് അങ്ങ് പിരിഞ്ഞു. ഇതിനകത്ത് കയറ്റിയതിനെ കുറിച്ച് പറയുന്നത് ഈ ബർന്നബാസിന്റെ മച്ചുനനാ. അച്ഛാ, മച്ചുനനായാലും അളിയനായാലും ആരായാലും സഭയ്ക്കകത്ത് നടക്കേണ്ടത് സ്തോത്രം ദൈവത്താലുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ? ശക്തമായി നിങ്ങൾ വായിക്കണം, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ശക്തമായി ബർന്നബാസും ശൗലും ശുശ്രൂഷിച്ചെടുത്ത് ആ ബന്ധത്തെ ഈ ഒരൊറ്റ ഒരാൾ നിമിത്തം നിങ്ങളോട് ഞാൻ പറയുക, നിർത്താൻ പോവാ ഞാൻ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിൽ ദൈവം അനുവദിക്കാതെ ഒരു ബന്ധം സ്ഥാപിക്കല്ലേ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, അനന്യാസിനെ കറക്റ്റ് കാണിച്ചു ദർശനത്തിലൂടെ. അത് തന്നെ ശൗലിനെ കാണിച്ചു. അതാണ് ഇന്നൊരാൾ വരുന്നു, കറക്റ്റാ, നിങ്ങൾ കൈ കൊടുക്കാം. ആട്ടെ, ഇടയ്ക്കൂടെ മച്ചുരൻ വരുന്നു, കൈ കൊടുക്കരുത്, കൈ കൊടുക്കല്ലേ. കാരണം നീ നിന്റെ നല്ല ബന്ധങ്ങളെ പുറത്താക്കി കളയും. നിങ്ങൾ വായിച്ചേ, ഈ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ 4 വരെ, അത് കഴിഞ്ഞ് താഴോട്ട് വായിച്ചിട്ട് നിങ്ങൾ നോക്കണം. അതിന്റെ 15ന്റെ അവസാന അധ്യായം 15ന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഞാൻ ചോദിക്കുക, നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളിന് ഒരു വേദന വന്നാൽ എങ്ങനെ സഹിക്കും? സിസ്റ്ററെ, ബ്രദറെ, നിങ്ങളുടെ നല്ല ബന്ധത്തിൽ നല്ല രീതിയിൽ കുടുംബമാകട്ടെ, ആത്മീയ ജീവിതമാകട്ടെ, അതിനകത്തേക്ക് ഒരുത്തൻ കയറി വന്നിട്ട് ഒരു സമയത്ത് അതിനെ വേർപെടുത്തിയാൽ നിങ്ങൾക്ക് വേദനയില്ലേ? ഞാൻ ചിന്തിക്കുന്നുണ്ട്, വേദനിച്ചൊന്നും അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ അന്തസ്സായിട്ട് അടുത്ത ആളെയും പിടിച്ചോണ്ട് പോയി. ആരാന്നറിയോ? ശൗല്. കാരണം വെളിപ്പാടുള്ളവനെ എങ്ങനൊന്നും മച്ചുരനായോണ്ട് ബർന്നബാസ് പറഞ്ഞു ഇവനെ കൊണ്ടുപോയേ പറ്റൂ. പൗലോസ് പറഞ്ഞു നടക്കത്തില്ല. കാരണം അളിയൻ വെളിപ്പാടിൽ നടക്കുക. അപ്പം ബർന്നബാസിന് വെളിപ്പാടും പ്രവചനവും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, കാരണം ശുശ്രൂഷ ഉണ്ടായിരുന്നു. മനസ്സിലായോ? പക്ഷെ പെർഫെക്റ്റ് ടൈം വന്നിട്ടും തെറ്റുന്നുണ്ട് കാര്യങ്ങൾ. അച്ഛാ, കറക്റ്റ് പുറത്തെടുത്തിട്ടും മച്ചുനെ തിരിച്ചറിഞ്ഞില്ല. എപ്പോഴാ തിരിച്ചറിഞ്ഞെന്നറിയോ? ബന്ധം മാറി. അപ്പോൾ നിങ്ങൾ ആ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 15-ന് ശേഷം അനന്യാസിനെ കാണാനില്ല. വെളിപ്പാടിൽ നടന്ന പൗലോസിനെ കുറിച്ച് വീണ്ടും കാണുക. കാരണം ഇത് നിനക്കും എനിക്കും തോന്നുമ്പോ ഇറങ്ങി ശുശ്രൂഷിക്കുന്നതല്ല, മറിച്ച് ദൈവ ശബ്ദം കേട്ട് ദൈവ ശബ്ദത്തിനൊത്ത് ഇറങ്ങുമോ നിനക്ക് തയ്യാറായോ, നീ അതിന് വെയിറ്റ് ചെയ്തോ, ഞാൻ നിങ്ങളോട് പറയുന്നത് നീ തളരത്തില്ല. എത്ര അല്ല ഇടപ്രഭു ശ്രമിച്ചാലും മനായനെ പോക്കും നീ. മാർക്കല പ്രവചല ഘടകസ്യാന്തരിയ എത്രല്ല വെളിപ്പാടുള്ള എത്രയെല്ലാം സ്തോത്രഹാലിൽ വെളിച്ചപ്പാടത്ത് വിചാരിച്ചാലും നിന്നെ കാരാഗ്രഹം ഇളക്കി പുറത്ത് കൊണ്ടുവരും. അട്ടനകത്തല പ്രവന
ആമേ പത്രോസേ, ആരെല്ലാം എത്ര അധികാരികൾ നിന്നെ ആമേ സ്വന്തം കാരാഗ്രഹത്തെ അടച്ചാലോ അടാ ദൂതൻ ഇറങ്ങുമെന്ന്. കാരണം നീ ആരെ വിളികേട്ട ഇറങ്ങിയേ. ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ സകല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശബ്ദം കേട്ട് ചലിക്കാൻ നിന്ന എല്ലാ മേഖലകളിലും പത്രോസിനെയും ശൗലിനെയും വഹിച്ചതുപോലെ അത്ഭുതമാകുന്ന നാമം വഹിക്കാൻ തുടങ്ങും. ഇനി ആ ബ്രദറെ സിസ്റ്ററെ ഇതൊക്കെ കേട്ടിട്ട് പാടേണ്ടിയത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാനൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. റീഖാമാന ഹതല ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്ന് നിങ്ങൾ എനിക്ക് അത്രയും വേദന ഉള്ളത് കൊണ്ട് ഞാൻ പറയാം. എനിക്ക് അത്രയും വേദനയുണ്ട് അച്ഛാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അച്ഛാനും ഞാനും തമ്മി അച്ഛാ പിണങ്ങരുത്. ആന്ന് മാസ്റ്ററെ, എനിക്ക് നിങ്ങളായിട്ട് പിണങ്ങരുത്. ദൈവത്താൽ സ്വത്രം ഹല്ലേലൂയ സ്ഥാപിച്ച ബന്ധമാ. പിണങ്ങരുത്, സത്യത്തിൽ പിണങ്ങരുത്. ദൈവശബ്ദം കേൾക്കണം. മനുബ്രദർ പറഞ്ഞെന്നും പറഞ്ഞ് നാളെ പോയി വീട് മേടിക്കാൻ നിൽക്കല്ല അച്ഛാ. ഓക്കെ, മനുബ്രദർ പറഞ്ഞോ, നീ പ്രാർത്ഥിരേ. അടാ അനന്യാസിനെ കേട്ടെങ്കിൽ പിന്നെ നിനക്ക് കേൾക്കത്തില്ലേ? അതേ വ്യക്തിയെ ശൗലിനെ കേൾപ്പിച്ചെങ്കിൽ നടത്തത്തില്ലേ? നീ പറ, എന്നോട് സംസാരിക്കണമേ. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കുന്നില്ല, പക്ഷേ വ്യക്തിപരമായി എന്നോട് ഇടപെടണമേ. എനിക്ക് ആ റൈറ്റ് ടൈം എൻ്റെ വിഷയത്തിൽ. ഇതിനു വേണ്ടി മാത്രമല്ല. മക്കളുടെ കാര്യമാണോ, വീട്ടിലെ കാര്യമാണോ, ജോലിയുടെ കാര്യമാണോ, നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഈ വചനാടിസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബന്ധങ്ങളെ തെറ്റിക്കുന്ന, ശുശ്രൂഷകളിൽ നിന്ന് ഇല്ലാതാക്കുന്ന, ദൈവഹിതമല്ലാത്തതിനെല്ലാം ദൈവം പുറത്താക്കാൻ പോകുകയാണ്. അറമന ഹതല പ്രഭജല ഘടക. പാസ്റ്ററെ, ഈ ദിവസം പാസ്റ്റർ എഴുതി വെച്ചു. ഹല്ലേലൂയ. ഇതിൽ നിൽക്കാത്ത, ഇതിൽ പ്രകാരം ചലിക്കാത്ത പലർക്കും സ്തോത്രം ഹല്ലേലൂയ അറിയാതെ മുട്ടുമടക്കേണ്ടി വരും. എഴുതി വെച്ചു ഈ ദിവസം. ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, ആമേൻ, മടങ്ങി വരാൻ, തെറ്റുകളെ തിരുത്തി മടങ്ങി വരാൻ തയ്യാറാണോ? നിന്നെ പെർഫെക്റ്റ് ടൈമിൽ അവൻ എഴുന്നേൽപ്പിക്കും. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അർത്ഥല പ്രബദല ഘടക ജുഡാലം അർത്ഥൽ പ്രഭാനിയ. നിനക്ക് ശുശ്രൂഷയുണ്ട്. നിന്നെ ദൈവം വേർതിരിക്കും. നിന്റെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കും. നീ എത്ര വലിയ കുരുക്കിൽ ചെന്ന് ചാടിയാലും, നീ ദൈവശബ്ദത്തിന് വേണ്ടിയാണ് നീ പുറപ്പെട്ടതെങ്കിൽ അവൻ നിന്നെ കുരുക്കിൽ നിന്ന് പുറത്തെടുക്കും. നല്ല ബന്ധങ്ങൾ പൊളിയാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നാൽ അതിൻ്റെ ഇടയിലൂടെ വരുന്ന ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ കുടുംബ ജീവിതത്തിനും അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് എൻ്റെ അകത്ത് തന്ന ദൈവത്തിന്റെ വചനത്തെ ഈ ജനത്തിന് വേണ്ടി ഹാലിൽ ഞാൻ തുറന്നു കൊടുത്തു. അങ്ങ് അനുവദിച്ചത് കൊണ്ട് ഞാൻ തുറന്നു കൊടുത്തു കർത്താവേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെന്നും സന്തോഷത്തോടെ, ഇവരെന്നും സമാധാനത്തോടെ